ഹലോ ഗൈസ്, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ BS6 ഹെഡ്-ഓൺ സെഡസ്റ്ററാണെങ്കിലും ബോഡിയുടെ ഡീറ്റെയിൽ സ്കെയിൽ മെഷർമെൻറ്റ്സ് ആണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് 15 സെൻറ്റിമീറ്റർ വീതിയിൽ ചെയ്യുന്ന വണ്ടിയുടെ അളവിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ഹെഡ്-ഓൺ ആണെങ്കിലും സെഡസ്റ്ററാണെങ്കിലും ബോഡി എന്ന് പറഞ്ഞ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കറക്റ്റ് ഒരു സ്കെയിൽ മെഷർമെൻറ്റ്സിലാണ് വരച്ചിരിക്കുന്നത്. അതിലാണ് ഈ കാണുന്ന സെഡസ്റ്ററാണെങ്കിലും ഹെഡ്-ഓണെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ മെഷർമെൻറ്റിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.5 സെൻറ്റിമീറ്ററാണ്. ഈ ഒരു ഇവിടം തൊട്ട് ഒരു ടോപ്പ് ആയ 17.5 സെൻറ്റിമീറ്റർ. അതിനെ നമുക്ക് കുറച്ച് ഭാഗം ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഒന്ന് ഈ ബോട്ടം തൊട്ട് ഈ ബീഡിങ്ങിൻ്റെ ഈ താഴത്തെ ലൈൻ വരെ, അത് കഴിഞ്ഞ് ഇവിടുന്ന് ഈ ഗ്ലാസിൻ്റെ ബോട്ടം വരെ, അവിടുന്ന് ഈ രണ്ട് ഗ്ലാസിൻ്റെ ഇടയ്ക്കുള്ള ലൈന്, പിന്നെ ഈ ടോപ്പ് വരെ, പിന്നെ ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കുള്ള ഈ ടോപ്പ്, ഇത്രയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അശോക് ലെയ്ലാൻഡ് BS6 വീൽ ബേസ് 222 ഇഞ്ച് വരുന്ന വൈക്കിംഗ് ചേസുള്ള വണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 222 നമ്മൾ ടൂറിസ്റ്റേഴ്സിന് വേണ്ടി അങ്ങനെ എടുക്കാറില്ല. എങ്കിലും ഫസ്റ്റ് നമ്മളെ BS6 ഫസ്റ്റ് വന്ന മൈലാഞ്ചി ഹോളിഡേയ്സിൻ്റെ ഹെഡ്-ഓൺ, അതുപോലെ ആ സമയത്ത് ഇറങ്ങിയ കൊട്ടൂറിൻ്റെ വണ്ടി സെഡസ്റ്ററ, അതൊക്കെയാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ കൂടുതൽ ഇറങ്ങാറില്ല. എനിക്കിത് നീളം കൂടുതലുണ്ട്. കാരണം നമ്മുടെ സീറ്റിന് ഒന്നും വ്യത്യാസമില്ല, എങ്കിലും ലെഗ് സ്പേസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തേക്കാന്ന് വെച്ചത്. അപ്പോൾ 210 വൈക്കിയാണ് സാധാരണ ഹെഡ്-ഓൺ ഇറങ്ങുന്നത്. 8TP അല്ലാതെ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ 210 വൈക്കിങ് അളവൻ്റെ കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ പിന്നെ വണ്ണസിൻ്റെയൊക്കെ നേരത്തെ വണ്ടി ഫുള്ള് 222 വൈക്കിങ് ആയിരുന്നു. BS4 ആണെങ്കിലും BS3 ആണെങ്കിലും. 8TP പിന്നെ 12 മീറ്റർ ആയിരുന്നുള്ളൂ. വ്യത്യാസമുണ്ട്. പിന്നെ ഈ മെഷർമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഓവർഹാങ് എന്ന് പറയും. എന്ന് വെച്ചാൽ അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ തൊട്ട് ഈ വണ്ടിയുടെ ബോഡിയില്ലേ, ആ ബോഡിയുടെ ഫ്രണ്ട് വരെ. ഇത് ശരിക്കും ഞാനൊന്നും എടുത്തല്ല. ഇത് ശരിക്കും അശോക് ലെയ്ലാൻഡിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരുടെ വണ്ടിയിൽ ഓരോ നമ്മൾ സെർച്ച് ചെയ്താൽ മതി. വണ്ടിയുടെ മോഡൽ എടുത്തിട്ട് 220 അശോക് ലെയ്ലാൻഡ് BS6 222 വൈക്കിങ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് ഇത് എടുത്തത്. അത് നമ്മൾ ബോഡി ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ടോട്ടൽ നീളം വരുമ്പോൾ എന്തായാലും വണ്ടിയുടെ നീളം കൂടും. അതിനനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് കൗളിൻ്റെ തിക്നെസ്. അതുപോലെ ബാക്ക് കൗളിലും തിക്നെസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഫ്രണ്ട് ഓവർഹാങ് എന്ന് പറയുമ്പം ഈ ഫ്രണ്ട് വീലിൻ്റെ ഈ സെൻറ്റർ തൊട്ട് ഈ നമ്മൾ ബോഡി കട്ട് ചെയ്യുന്നില്ലേ, ആ ഒരു ഭാഗം വേണ്ട മിനിയേച്ചർ ചെയ്യുമ്പോൾ കാര്യമാണ് പറയുന്നത്, അവിടം വരെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഓവർഹാങ് എന്ന് പറഞ്ഞാൽ 13.3 സെൻറ്റിമീറ്ററാണ് ഫ്രണ്ട് ഓവർഹാങ്. അതായത് ഈ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ, ഈ മാർക്ക് ചെയ്തെങ്കിൽ സെൻറ്റർ തൊട്ട് ഈ ഫ്രണ്ട് വരെ. അതിന് ഇനി ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയും. വീൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ 222 210 ഇഞ്ചാണ് അവർ പറയുന്നത്. നമ്മൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ മില്ലിമീറ്ററിലേക്ക് ഫുൾ എഴുതുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ വിട്ട് ബാക്ക് വീലിൻ്റെ ഈ സെൻറ്റർ വരെ, അതാണ് അളവ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ മിനിയേച്ചറിലോട്ട് മാറ്റി കഴിയുമ്പം, സ്കെയിലുകളിൽ മാറ്റി കഴിയുമ്പോൾ 33.1 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമുക്ക് കിട്ടുക. ഒന്നുകൂടെ പറയുന്നു, 15 സെൻറ്റിമീറ്റർ വീതിയിലെ വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 13 സെൻറ്റിമീറ്ററോ എത്ര വേണമെങ്കിലും ചെയ്യാം. അതിനൊരു വേറൊരു വഴിയാണ്. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റിയർ ഓവർഹാങ് ആണ്. അത് നോക്കുകയാണെങ്കിൽ ഈ ബാക്ക് വീലിൻ്റെ സെൻറ്റർ തൊട്ട് ഈ ബോഡിയുടെ ലാസ്റ്റ് വരെ, ഇത് കവളിൻ്റെ തിക്നെസ്സാണ്, അത് കൂട്ടണ്ട, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ 19.3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഫ്രണ്ട് ഓവർഹാങ് വീൽ ബേസ്, അത് കഴിഞ്ഞ് 19.3 റിയർ ഓവർഹാങ് വരും.
അത് ടോട്ടലോടെ കൂട്ടിയാണ് നമ്മുടെ ബോഡി കട്ട് ചെയ്യേണ്ട നീളം വരുന്നത്. അതാണ് നമ്മുടെ ബോഡിയുടെ ഫുൾ ലെങ്ത് വരുന്നത്, ബോഡിയുടെ മാത്രം. ഫ്രണ്ട് കവളും ബാക്ക് കവളും വെച്ച് ചെയ്യുമ്പം കുറച്ച് കൂടും. അപ്പോൾ ബാക്ക് കവളിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ തിക്നെസ് നോക്കുകയാണെങ്കിൽ ടോട്ടല് 1.2 സെൻറ്റിമീറ്ററാണ് തിക്നെസ്. അതുപോലെ ഫ്രണ്ട് കവളിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ ആണ്. ബീഡിങ്ങിൻ്റെ ബോട്ടം തൊട്ട് വണ്ടിയുടെ ബോട്ടം വരെ 6 സെൻറ്റിമീറ്റർ ആണ് തിക്നെസ്. ബീഡിങ്ങിൻ്റെ തിക്നെസ് കൂട്ടുന്നില്ല, അപ്പോൾ ഞാൻ അവസാനം പറയാം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടം വരെ 4.3 സെൻറ്റിമീറ്ററാണ് ഇവിടുന്ന് ഇവിടം വരെ ഹൈറ്റ്. അത് തന്നെയാണ് ഇവിടെയും വരിക. ഇത് ബേഡിൽ നിന്നല്ല, ടോപ്പിൽ നിന്നല്ല, ബോട്ടം ഈ ലൈനിൽ നിന്നാണ് കേട്ടോ 4.3. ഈ ലൈൻ തൊട്ട് ഈ ലൈൻ വരെ 4.3. വീണ്ടും അത് തന്നെ ഇവിടം തൊട്ട് ഈ ടോപ്പ് വരെ 2.4 സെൻറ്റിമീറ്റർ. പിന്നെ ഈ ജസ്റ്റ് ഗ്യാപ്പുള്ളതാണ് 5 mm എന്നുവെച്ചാൽ 5 mm ആണ് ഇവിടെ ബാക്കി വരിക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വരെ ഉണ്ട് 4.3, അതിന് വീണ്ടും 4.3. 4.3-ൽ ഇവിടുന്ന് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതുപോലെയാണ് നമ്മൾ എടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ബ്ലാം വരച്ചതിന് ശേഷം ഇവിടുന്ന് ടോട്ടൽ ഇതിൻ്റെ തിക്നെസ് 6 mm ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് സെൻറ്റർ 3 വെക്കുക, ഇങ്ങോട്ടും 3 ഇങ്ങോട്ടും 3, അങ്ങനെ ടോട്ടൽ 6 സെൻറ്റിമീറ്റർ. അത് ഇങ്ങോട്ടാണെങ്കിൽ ഇതിൻ്റെ തിക്നെസ് 6 സെൻറ്റിമീറ്റർ ആണ്, അല്ല 6 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അത് നമ്മൾ സെൻറ്റർ ഈ ലൈൻ നമ്മൾ ഓൾറെഡി ഇതുപോലെയാണ്, സെൻട്രൽ ലൈനാണ് നമ്മൾ ഓൾറെഡി വരച്ച്, അളവ് പറയുന്നതല്ല, സെൻട്രൽ ലൈനിൻ്റെ ആണ്. നമ്മളത് കഴിഞ്ഞ് പിന്നെ ഈ സെൻട്രൽ ലൈൻ ഇതുപോലെ വരച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് 3 mm ഇങ്ങോട്ട് 3 mm അങ്ങോട്ട്, അങ്ങനെയാണ് എടുക്കേണ്ടത്. എന്നാലേ അത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ അളവ് മൊത്തം പറയുന്നത്. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീലാർച്ചിൻ്റെ ഇവിടെ തൊട്ട് ഇവിടം വരെ നീളം അതെന്ന് പറഞ്ഞാൽ 7 സെൻറ്റിമീറ്റർ ആണ്. ഫ്രണ്ടും ബാക്കും സെയിം ആണ്. ബോഡിയുടെ അളവൊക്കെ കറക്റ്റ് ഒറിജിനൽ വണ്ടിയുടെ ചെറിയതാക്കിയ അളവ് തന്നെയാണ്. അത് ഞാനാണെങ്കിൽ എൻ്റെ ഇത് തോന്നിയിട്ട് ചെയ്തതല്ല. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് അളവാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, വരച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ സെഡസ്ത്രയാണെങ്കിൽ ഇതാണ്. ഇതിപ്പോൾ ഇത് ഞാൻ പോയി അളന്നെടുത്ത് പിന്നെ അത് എഴുതി വെച്ച് അങ്ങനെ ചെയ്തതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് സെഡസ്ത്ര. ഇത് രണ്ട് ഒറിജിനൽ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഫുള്ള് ഡീറ്റെയിൽസാണ്, ഒറിജിനൽ അളവായതുണ്ടോ. ഫ്രണ്ട് ടോട്ടൽ ലെങ്ത് 255 സെൻറ്റിമീറ്റർ, ടോട്ടൽ വീതി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ 250 സെൻറ്റിമീറ്റർ. അതൊക്കെ ഫുള്ള് എഴുതി സെഡസ്ത്രയുടെ ഉണ്ട്. സെഡസ്ത്രയുടെ ഇച്ചിരി ഡീറ്റെയിൽസ് കൂടുതലുണ്ട്, 2 പേപ്പറുണ്ട്. സെഡാണെങ്കിൽ 1 പേപ്പർ ഉള്ളൂ, അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിൽ നിന്ന് 2 ഡീറ്റെയിൽസ് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം. അതുപോലെ സെഡോൺ ആണെങ്കിലും എവിടെയുണ്ട് ഇപ്പോൾ ടോപ്പ് വരച്ച് നമുക്ക് പ്ലാനിൻ്റെ ആവശ്യമില്ല, അത് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വരച്ചതേ ഉള്ളൂ. കുറച്ച് പെയിൻറ്റ് വെച്ചിട്ടുണ്ട്, മനസ്സിലില്ല. സെഡോൺ ഒറിജിനൽ അളവ് തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ വീലാർച്ച് പറഞ്ഞു. അടുത്തത് വീലാർച്ച് 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ നീളം. ഗ്ലാസിൻ്റെ എന്ന് പറഞ്ഞാൽ 9.15 സെൻറ്റിമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 മില്ലിമീറ്റർ എന്ന് പറയും. കാരണം 1 മില്ലിമീറ്റർ കഴിഞ്ഞ് 2ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കൊരു ഭാഗം ഉണ്ടല്ലോ, അതാണ് 1.5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് 9.15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. അതെടുത്താൽ നമുക്ക് കൃത്യം 220 ബൈക്കിങ് ആയതുകൊണ്ടാണ്. മറ്റേ 210 ബൈക്കിങ് ആകുമ്പം 9.1 ഉള്ളൂ. അങ്ങനെയാണ് വ്യത്യാസം. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് പ്ലാൻ വരച്ചിട്ട് ചെയ്യാം. അതിന് ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഇത് ചെറുതായിരിക്കും. അതുപോലെ ഏറ്റവും ലാസ്റ്റ് ബാക്ക് ഗ്ലാസും ചെറുതായിരിക്കും. കാരണം അതിൻ്റെ വീൽ ബേസ് വ്യത്യാസമുണ്ട്, അതാണ് ബേസിക്കായിട്ടുള്ളത്. അതുപോലെ ഈ റിയർ ഓവറാങ്ങും അതിന് കുറവാണ്, ലേശം കുറവാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട് ഓവറാങ്ങ് 2 വണ്ടിക്ക് സെയിമാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് 2 ഗ്ലാസ് വ്യത്യാസം വരുന്നത്, അത് മാത്രമേ. പിന്നെ അപ്പുറത്തെ ക്വാർട്ടർ ഗ്ലാസ്, ഡ്രൈവർ സൈഡിലെ അവിടുത്തെ ക്വാർട്ടർ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശകലം 210 ബൈക്കിങ്ങിന് ചെറുതായിരിക്കും, 222 ബൈക്കിങ്ങിന് ശകലം വലുതായിരിക്കും അതിനേക്കാളും. ആ ഒരു ചെറിയ വ്യത്യാസമാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാവുന്ന കാര്യമുള്ളൂ. ലെയ്ലാൻഡാണ് നിങ്ങൾ പറയുന്നത്, ബാക്കി പറയാം. അങ്ങനെ 9.15 9.15 അങ്ങനെ 6 ഗ്ലാസ്സാണ് വണ്ടിക്ക് വരിക. പിന്നെ മേളിലുള്ള ചെറിയ ക്വാർട്ടർ ഗ്ലാസ് ആണെങ്കിലും ആ ഒരു നീളം തന്നെയാണ് ഉള്ളത്.
അപ്പോൾ നല്ലതായി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് 5 6 3 ഇങ്ങോട്ട് 3 അങ്ങനെ ടോട്ടൽ 6 ഇങ്ങോട്ടാണ്. അത് നമ്മൾ ഫുള്ളായിട്ട് ഇതും ഫുള്ള് ഓരോന്നും ഇങ്ങനെ വരച്ചെടുക്കണം. നിങ്ങൾ വരയ്ക്കുമ്പം പേപ്പറിൽ വരയ്ക്കുന്നെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് വരയ്ക്കുക, എന്നിട്ട് ആ സെയിം കോപ്പി ചെയ്തിട്ട് ഫോറക്കിയിട്ട് വരയ്ക്കുമ്പം ഒറ്റ ഇത് വരയ്ക്കുക. കാരണം ഇത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുക. എന്ന് വെച്ചാൽ അടുത്ത വണ്ടിയുടെ അപ്പുറം സൈഡ് വരയ്ക്കുമ്പോൾ ആ ടോപ്പ് ഇവിടെ വരും, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇരിക്കും. എന്ന് വെച്ചാൽ രണ്ടും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്. അല്ലെങ്കിൽ തിരിച്ചും വരയ്ക്കാം. ഇങ്ങോട്ട് ബാക്കി ഇവിടെ തന്നെ അപ്പുറത്തെ സൈഡിൻ്റെ വീലാർച്ച് ഇവിടെ വരും, മറ്റേ വീലാർച്ച് ഇവിടെ വരും, ബാക്കി അങ്ങോട്ട് അങ്ങനെ വരയ്ക്കും. അത് ഏതാ എളുപ്പമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ അളവ് കൂടുതലും നമുക്ക് ട്രേസ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഇവിടെ അങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാം എന്ന രീതിയിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ടാണ് പറഞ്ഞത്. വീതി നോക്കുകയാണെങ്കിൽ പാസഞ്ചർ ഡോറിനാണ് വീതി നോക്കുകയാണെങ്കിൽ 5.3 സെൻറ്റിമീറ്ററാണ്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് നോക്കണം കേട്ടോ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 13.9 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരിക, ഇവിടം തൊട്ട് ഇവിടം വരെ. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.3 സെൻറ്റിമീറ്ററാണ് ഗ്യാപ്പ് വരിക. പിന്നെ ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 mm ആണ് ഇവിടെ. അതുപോലെ ഈ ഗ്യാപ്പ്, ഈ ഡോറ് കഴിഞ്ഞിട്ട് ക്വാർട്ടർ ഗ്ലാസിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് 5 mm ആണ്. പിന്നെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 2.6 സെൻറ്റിമീറ്ററാണ് താഴത്തെ നീളം. മേളത്തെ നീളം നോക്കുകയാണെങ്കിൽ 2.3 സെൻറ്റിമീറ്ററാണ്. അതുപോലെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 5.4 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബീഡിങ് ഉണ്ടല്ലേ, ഈ ബീഡിങ്ങിൻ്റെ തിക്നെസ് 3 mm ആണ്. അത് പറയുമ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ബീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിരിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സൊക്കെ കയറുമ്പോൾ അറിയാമല്ലോ, നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് കഴിഞ്ഞ് ശകലം ഹൈറ്റിലായിരിക്കും സീറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ സീറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ആ ലെവലിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ അതേ ലെവലിൽ വേണം നമ്മളകത്ത് സീറ്റ് വെക്കുന്ന പ്ലാറ്റ്ഫോം കൊടുക്കാൻ. അപ്പോൾ മറ്റേത് താഴത്തെ മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ 1 സെൻറ്റിമീറ്റർ താഴെയായിരിക്കും. മനസ്സിലായല്ലോ, ഈ പ്ലാറ്റ്ഫോമേക്കാളും 1 സെൻറ്റിമീറ്റർ താഴെയായിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻ പ്ലാറ്റ്ഫോമായിരിക്കും അത് നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഇതിനകത്ത് 1 സെൻറ്റിമീറ്റർ താഴെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് 6 സെൻറ്റിമീറ്റർ ഒന്നും അടി വരെ, അപ്പോൾ 5 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ ഒരു പ്ലാറ്റ്ഫോം അങ്ങ് അവിടെ തൊട്ട് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഒട്ടിക്കുക. ഡോറിൻ്റെ അവിടെ കട്ട് ചെയ്യണം. അതുപോലെ അപ്പോൾ ആ മെയിൻ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു ഹൈറ്റിലായിരിക്കും ഈ ബീഡിങ് വരിക. അപ്പോൾ ഈ ഒരു ബീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ പ്ലാറ്റ്ഫോമിൻ്റെ ലെവലായിരിക്കും ഈ ബീഡിങ് വരിക. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പുറ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഡോറിൻ്റെ ഇവിടം തൊട്ട് ഇത്ര നീളത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ലെവലായിരിക്കും ഈ ബീഡിങ് വരിക. എന്ന് വെച്ചാൽ ഈ ബീഡിങ്ങിൻ്റെ ലെവലായിരിക്കും മെയിൻ പ്ലാറ്റ്ഫോം വരിക, ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഉള്ളത്. പിന്നെ ഈ ബീഡിങ്ങിൻ്റെ ലെവലിലാണ് സീറ്റിൻ്റെ പ്ലാറ്റ്ഫോം വരിക, അപ്പറി. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് 3 mm, ഇതിൻ്റെ 3 mm തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ 6 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് എടുത്ത് കഴിയുമ്പോൾ പിന്നെ 3 ഇങ്ങോട്ട് 3 അങ്ങോട്ട് അങ്ങനെ എടുക്കുക. പിന്നെ ഇവിടെ ഉള്ള മുട്ടാത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മിനിയേച്ചർ ആയതുകൊണ്ടാണ്. കാരണം ഒറിജിനൽ പ്രകാശിൽ നിന്ന് ഇറക്കുമ്പോൾ ഈ കൗളെന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ട്, ഇവിടെ വന്നിട്ട് ഈ ഹൈറ്റിലെങ്കിലും ഈ കൗളിൻ്റെ ഇത്ര ഉണ്ട്. പിന്നെ ടോപ്പിൻ്റെയാണ് ഇവിടം വരെ വയ്ക്കുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആണ് അങ്ങനെ വരിക. അപ്പോൾ ഈ ബീഡിങ് ഇവിടം വരെ ഉള്ളൂ ഒറിജിനൽ വണ്ടിക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ബോഡിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ലെവലിൽ കട്ട് ചെയ്തിട്ട് പിന്നെ കൗളിങ്ങനെ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരിക. അപ്പോൾ കൗൾ ആദ്യം നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് ഈ ലെവലായിരിക്കും വരിക. പിന്നെ ഇങ്ങനെ ഒരു പീസൊക്കെ ഒട്ടിച്ചാണ് ഈ കർവൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്ര നേരം ക്ലിയർ ആയല്ലേ. ഇപ്പം ഓൾമോസ്റ്റ് സൈഡ് ബോഡിയെക്കുറിച്ചുള്ള എല്ലാം പറഞ്ഞു. പിന്നെ ബാക്കിലോട്ട് വരുമ്പം ഈ ഒരു ബോഡി തൊട്ട് ഈ ഒരു തിക്നെസ് ഉണ്ട്, അത് 6 mm തന്നെയാണ്. ഇതിൻ്റെ ടോട്ടൽ ഈ രണ്ടെണ്ണം കൂടെ വരുമ്പോൾ 6 mm എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് അളവെടുത്ത് എല്ലാം വരച്ച് പോയിട്ട് അവസാനം ഡോറും കാര്യങ്ങളൊക്കെ വരച്ചാൽ അതായിരിക്കും ഇച്ചിരി എളുപ്പം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരയ്ക്കുമ്പോൾ വീൽ ബേസ് ഞാൻ പറഞ്ഞ പോലെ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞ ശേഷം ഇവിടുന്ന് ടോട്ടൽ 7 പറഞ്ഞു ഡിവൈഡ് ചെയ്യുക. 3.5 ഇവിടെ വെക്കുക, അങ്ങോട്ട് എടുക്കുക. അപ്പോൾ വീലാസിൻ്റെ എൻ്റെ അറ്റം കിട്ടും. അങ്ങനെ ഇപ്പറി വരച്ച് സെറ്റാക്കാം. അപ്പോൾ ഇനിയിപ്പം സെഡ് അസ്ത്രയുടെ ആയാലും
Z1-ആണെങ്കിലും ഫ്രണ്ട് ഡീറ്റെയിൽസ് ബാക്ക് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തോളാം. അപ്പം വീഡിയോ നമ്മളെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.